വെൽക്കം ബാക്ക് ടു കിച്ചൺ ടെയിൽസ്. ഇനിയിപ്പോൾ വരുന്നത് വിഷുവും വെഡ്ഡിങ് സീസണും ഒക്കെയാണ്. അപ്പോൾ ഞാനിന്ന് എൻ്റെ കുറച്ച് പഴയ പട്ടുസാരികളാണ് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ എപ്പോഴും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പൂക്കൾ എപ്പോഴും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കെട്ടിയെടുക്കാറുണ്ട്. അതിനായിട്ട് ഞാൻ എപ്പോഴും നോർത്ത് പാലത്തിൻ്റെ അടുത്തായിട്ട് ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട് പൂക്കളൊക്കെ വിൽക്കുന്നത്. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്തു നിന്നാണ് ഞാൻ ഇതുപോലെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് പൂക്കളിങ്ങനെ കെട്ടിയെടുക്കുന്നത്. ഇന്ന് പക്ഷേ എല്ലാ കളേഴ്സിലുള്ള പൂക്കളും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചെടുത്തു. ഈ സാരിയുടെ കൂടെ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് ഫേ ബ്യൂട്ടിയുടെ മന്ന യൂസ് ചെയ്യുന്ന കളേഴ്സാണ്. ചെറി, നട്ട് ആൻഡ് സേഫ് വേർഡ്. ഇതാണ് ഷെയ്ഡ്സിൻ്റെ പേര്. ഇന്നത്തെ സ്റ്റൈലിങ്ങിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ മമ്മിയുടെ സാരിയാണ്. പഴയ സാരി ഒരു 10-25 കൊല്ലങ്ങളായിട്ടുണ്ടാവും. ബട്ട് ഇപ്പോഴും ആ സാരി കോമ്പിനേഷൻ ആണെങ്കിലും അതെ, ആ സാരിയുടെ ഡിസൈൻ ആണെങ്കിലും അതെ, ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ലിപ്സ്റ്റിക്ക് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫേ ബ്യൂട്ടിയുടെ തന്നെ ഈ 3 കളേഴ്സിൽ 2 കളേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ജ്വല്ലറി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ആർട്ട് കറാറ്റിൻ്റെ കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ളൊരു മാലയാണ്, സിൽവറിലുള്ളത്. ഇത് ഞാൻ പണ്ട് കൊച്ചിനിൽ ഒരു എക്സിബിഷൻ വന്നപ്പോൾ, ആർട്ട് കറാറ്റിൻ്റെ എക്സിബിഷൻ വന്നപ്പോൾ വാങ്ങിച്ചു വെച്ചാണ്. ആൻഡ് കുന്തനിലുള്ള തന്നെ സിംഗിൾ സ്റ്റോണിൻ്റെ ചെറിയൊരു കമ്മലാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സാരിയുടെ കളറ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രയും വിസിബിൾ ആണെന്ന് അറിയില്ല. ബട്ട് ദ കളറ് ഇത്രയും കൊല്ലമായിട്ടാണെങ്കിലും ചെറുതായിട്ടൊന്ന് ഡള്ളായി. ബട്ട് ഇപ്പോഴും അത് ഈ സാരി ഉടുത്തുകൊണ്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. ഞാൻ ആദ്യം ഓർത്തു ഈ ബോർഡറിൽ കുറച്ച് ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ ഈ ബോർഡർ മാറ്റി വേറെ ബോർഡർ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാമെന്ന്. ബട്ട് ഈ പഴയ ലുക്കുള്ള ബോർഡർ എനിക്ക് ഇതുവരെ തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. ആൻഡ് അതുപോലെ തന്നെ ഈ കോമ്പിനേഷൻ ആണെങ്കിലും ഈ ഡൾ പിങ്കിൻ്റെ കൂടെ ഈ ഒരു ടൈപ്പ് ബ്ലൂ തന്നെ വരുമ്പോഴാണ് ഈ ഒരു സാരിയുടെ ഭംഗി. നെക്സ്റ്റ് എൻ്റെ ബ്രദറിൻ്റെ വെഡ്ഡിങ്ങിന് മേടിച്ച സാരിയാണ്. ബ്രൈറ്റ് യെല്ലോ, ഭയങ്കര ബ്രൈറ്റ് യെല്ലോ ആണ്. ആൻഡ് വൈറ്റ് ബ്ലൗസ് കൊണ്ടാണ് പെയർ ചെയ്തത്, ബ്രൈറ്റ് യെല്ലോ ആയതുകൊണ്ട്. ഇത് ഞാൻ 10 ഇയേഴ്സ് മുമ്പ് മെഡ്രാസിലുള്ള കനകവല്ലിയിൽ നിന്ന് വാങ്ങിച്ചാണ്. ബട്ട് കനകവല്ലി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ക്രോഫ്റ്റിൽ അവരുടെ ഫിസിക്കൽ സ്റ്റോർ ഉണ്ട്. അവരുടെ പട്ടുസാരികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ മെറ്റീരിയൽ ഭയങ്കര ലൈറ്റാണ്. അപ്പം നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഫേ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കുകൾ മാറ്റ് ഫിനിഷാണ്. അപ്പോൾ എനിക്ക് പക്ഷേ ഗ്ലോസ് ആയിട്ടുള്ള ഫിനിഷാണ് എനിക്ക് കൂടുതൽ ചേരുന്ന പോലെ തോന്നിയേക്കണേ. അപ്പം ഞാൻ ഈ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെയും ഗ്ലോസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബ്ലഷായിട്ട് ചിലപ്പോൾ ആ ലിപ്സ്റ്റിക്കൊക്കെ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ സാരിയുടെ കളർ ഇത്രയും ബ്രൈറ്റ് ആയതുകൊണ്ട് ജ്വല്ലറി ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാല ഞാൻ കൊച്ചിനിൽ വന്ന ഏതോ ഒരു എക്സിബിഷനിൽ വാങ്ങിച്ചത്. ആൻഡ് കമ്മലായിട്ട് ഞാൻ ചെറിയ ജിമിക്കി, ഗോൾഡൊന്നും അല്ല, നമ്മുടെ ഗുഡ്വിൽ നിന്നാണ് തോന്നുന്നത് വാങ്ങിച്ചത്. ആൻഡ് എൻ്റെ രണ്ട് സൈഡിൽ മൂക്കുത്തി ഉള്ളതുകൊണ്ട് എനിക്ക് ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മുടി നന്നായിട്ട് പൊക്കി കൊണ്ട കെട്ടിയിട്ട് ചുറ്റിനും നമ്മുടെ മുല്ലപ്പ് വെച്ചു. ആദ്യം ഞാൻ മുല്ലപ്പ് മിക്സ് ചെയ്ത് കളേഴ്സൊക്കെ വെക്കാമെന്ന് ഓർത്തു. ബട്ട് ഈ യെല്ലോയുടെ കൂടെ അങ്ങനെ ഒരു കോമ്പിനേഷൻ ചേരുന്ന പോലെ തോന്നിയില്ല. മേ ബി മുല്ലപ്പൂവും നമ്മുടെ തുളസിയും കൂടി മിക്സ് ചെയ്ത് കെട്ടിയാൽ ചിലപ്പോൾ നല്ലതായിരിക്കും. നെക്സ്റ്റ് നമ്മുടെ പോത്തീസിൽ നിന്ന് ഞാൻ വാങ്ങിച്ച റണ്ണിങ് മെറ്റീരിയലാണ്. ബ്രൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, കണ്ണ് പൊട്ടിപ്പോണ ഒരു ഗ്രീനാണ്. ആൻഡ് ഗ്രീൻ ബ്ലൗസ് കൊണ്ട് തന്നെയാണ് ഇത് പെയർ ചെയ്തത്. ഈ സാരിയുടെ കളർ ഇത്രയും ബ്രൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ഡാർക്ക് കളർ ലിപ് ഷെയ്ഡ് ട്രൈ ചെയ്യാനായിട്ടുള്ളൊരു ധൈര്യം വന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ് ഇതിന് ട്രൈ ചെയ്തത്. ആൻഡ് ഗ്ലോസും അപ്ലൈ ചെയ്തു. പൊട്ട് ഞാൻ ആദ്യം നല്ല ബ്രൈറ്റ് ഗ്രീനോ പിങ്കോ റെഡൊക്കെ ഓർത്തു. ബട്ട് അതെല്ലാം വെച്ചപ്പോൾ എനിക്ക് അത്രയും ചേർന്ന പോലെ തോന്നിയില്ല. പിന്നെ പൊട്ടും ഇതുപോലെ തന്നെ ലിപ് ഷെയ്ഡിൻ്റെ പോലെ തന്നെ ലൈറ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്തത്. ആൻഡ് ജ്വല്ലറി ആണെങ്കിലും ഞാൻ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ബ്രൈറ്റ് ഷെയ്ഡിൻ്റെ കൂടെ എനിക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള ജ്വല്ലറിയാണ് ഇഷ്ടം. ഈ മാലയും ഞാൻ ഇതുപോലെ തന്നെ കൊച്ചിനിൽ വന്ന ഏതോ ഒരു എക്സിബിഷനിൽ നിന്നാണ് വാങ്ങിച്ചത്. ആൻഡ് ഈ പട്ടുസാരിയുടെ കൂടെ ഞാൻ എപ്പോഴും ഈ ചെറിയ ജിമിക്കയാണ് യൂസ് ചെയ്യുന്നത്.
ഇപ്പം നിങ്ങൾ മനസ്സിലോർക്കുന്നുണ്ടാവും ഇതിൻ്റെ കൂടെ ഈ ലിപ് ഷെയ്ഡ് ഒട്ടും ചേർന്നില്ല എന്ന്. ബട്ട് എനിക്കറിയില്ല, ഇത് നേരിട്ട് നിങ്ങൾ കാണാത്തതുകൊണ്ടാണ് ഇത്ര വൃത്തികേടായിട്ട് തോന്നണേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അടുത്ത സാരിക്ക് എനിക്ക് കുറേ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് ധന്യ, എൻ്റെ സിസ്റ്റർ സ്റ്റൈലിസ്റ്റാണ് കൊച്ചിനിൽ. അപ്പോൾ ആൾ വഴിയാണ് ഞാനിതെടുത്തത്. പോത്തീസ് എന്നുള്ള റണ്ണിങ് മെറ്റീരിയൽ ആൾ മുറിച്ചെടുത്തു ആൻഡ് ഫുൾ ഡിസൈൻ ചെയ്തു എനിക്ക് വേണ്ടിയിട്ട്. ഈ ഒരു സാരിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം റീലിൽ 6 മില്യൺ വ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഇത് കമൻറ്റ്സ് എല്ലാം ഈ സാരീനെ കോംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. അന്നത്തെ ദിവസം ഞാൻ ഉണ്ടാക്കിയ എൻ്റെ കുക്കിംഗ് വീഡിയോ മൊത്തത്തിൽ വേസ്റ്റായി പോയോ എന്നൊരു സംശയമുണ്ട്. ബിക്കോസ് ഭക്ഷണം ആരും കണ്ടിട്ടില്ല, മൊത്തം കോംപ്ലിമെൻറ്റ്സ് ഈ സാരിക്ക് വേണ്ടിയായിരുന്നു. എനിക്ക് ഈ സാരിയുടെ കൂടെ ഇങ്ങനെ സൈഡ് ചരിച്ച് ഇങ്ങനെ പിന്നിയിട്ടിരിക്കുന്ന സ്റ്റൈൽ എനിക്ക് ചേരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ ചെയ്യുമായിരുന്നു. ആൻഡ് മാലയും കമ്മലൊക്കെ നമ്മുടെ റെഡ് കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ള മാലയും കമ്മലാണ് ഇട്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം പൂ ഞാൻ 2 കളർ മിക്സ് ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. ബ്രൈറ്റ് പിങ്ക്, അരളിപ്പൂവാന്ന് തോന്നുന്നത്. 2 ഷെയ്ഡിൽ നമുക്ക് കിട്ടുമല്ലോ. ലൈറ്റ് പിങ്കും കിട്ടും, ബ്രൈറ്റ് പിങ്കും കിട്ടും. ഇത് ബ്രൈറ്റ് പിങ്കും നമ്മുടെ ചെത്തിപ്പൂവും ആയിട്ടുള്ള കോമ്പിനേഷനാണ് വെച്ചിരിക്കുന്നത്. അടുത്ത പട്ടുസാരി ഗ്രേയും ബ്ലാക്കും കൂടിയായിട്ടുള്ള കോമ്പിനേഷനാണ്. ഞാനിതൊരു വിൻറ്റേജ് സാരി എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ബ്രാൻഡിൽ നിന്നാണ് വാങ്ങിച്ചത്. ഒരു പഴയ ടൈപ്പ് സാരിയുടെ ലുക്കാണ്. ബട്ട് ഇത് പഴയ സാരി അല്ല കേട്ടോ. ഈ സാരി ആദ്യം ഞാൻ ഓർത്തു ബ്രൗൺ നമ്മുടെ ബോർഡറിലെ കളർ കൊണ്ട് ബ്ലൗസ് ചെയ്യാമെന്ന്. ബട്ട് ബ്ലാക്ക് ഇട്ടപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഒരു സ്റ്റൈൽ തോന്നിയത്. ആൻഡ് മാലയൊക്കെ നല്ല ഡൾ ഗോൾഡിലെ ഇതുപോലത്തെ മാല, ആൻഡ് വളയും അതുപോലെ തന്നെ ഗോൾഡ് കളറിൽ തന്നെ. ബട്ട് ഈ സാരി ഞാൻ പല കളർ ബ്ലൗസിൻ്റെ കൂടെ ഞാൻ ഉടുക്കാറുണ്ട് കേട്ടോ. ബ്ലൂ, നമ്മുടെ ബ്രൈറ്റ് ബ്ലൂ, നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്ന കളേഴ്സ് എല്ലാം ഞാൻ ചിലപ്പോൾ ട്രൈ ചെയ്യാറുണ്ട്. ബട്ട് കളേർഡ് ബ്ലൗസ് ഇടുമ്പോൾ ചിലപ്പോൾ മൊത്തത്തിലുള്ള ലുക്ക് മാറ്റും. മുടിയൊക്കെ കെട്ടി ഫ്ലവേഴ്സൊക്കെ വെച്ചാലും നല്ലതായിരിക്കും. ബട്ട് ഈ ബ്ലാക്ക് ബ്ലൗസ്, ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഈ ഒരു മുടിയൊക്കെ അഴിച്ചിട്ടിട്ടുള്ള ലുക്കാണ് ഇഷ്ടമായത്. നെക്സ്റ്റ് നമ്മുടെ സനാക്ഷി ഹാൻഡ്ലൂം ഓൺലൈൻ ബ്രാൻഡാട്ടോ. അവരുടെ ഈ സെറ്റ് സാരിയാണ്. നമ്മുടെ വൈറ്റിൽ മെറൂൺ ഡോട്ട്സ് ആയിട്ട് വരുന്നത്. ഇത് എനിക്ക് ആക്ച്വലി വിഷുവിന് നല്ലതായിട്ട് തോന്നി. ആൻഡ് മുടിയുടെ സ്റ്റൈലൊക്കെ മൊത്തത്തിൽ മാറ്റി, സൈഡിലോട്ട് കിട്ടി ഒരു ഭാഗതരണ പോലെ. എൻ്റെ ആ ബൺ ഫുള്ള് മുല്ലപ്പൂ കൊണ്ട് കവർ ചെയ്തു. തലയിൽ ഇത്രയും പൂവൊക്കെ കൊണ്ട് നിറഞ്ഞപ്പോൾ ജ്വല്ലറി വീണ്ടും സിമ്പിളാക്കാൻ തന്നെ തീരുമാനിച്ചു. വെച്ചാൽ എൻ്റെ പഴയ കുഞ്ഞ് ജിമിക്കി ആൻഡ് ചെറിയ മാല ആൻഡ് കറുത്ത കുപ്പികള. വീഡിയോ ഞങ്ങൾ എഡിറ്റിംഗ് കഴിഞ്ഞ് നോക്കിയപ്പോൾ തലയിൽ കുറച്ച് പൂ കൂടുതലാണെന്ന് സംശയമുണ്ട്. ബട്ട് ഇത് പക്ഷേ തലയിൽ നല്ല പൂവുള്ളത് തന്നെയാണ് എനിക്കിഷ്ടമായത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ ഒരു സാരിക്ക് ഞാൻ താമരമുട്ട് കൊണ്ട് ഒന്ന് സ്റ്റൈൽ ചെയ്യാമെന്ന് ഓർത്തു. മുടി എന്ത് മാറ്റമല്ലേ വരുന്നത്. നമ്മൾ ഓരോ തരത്തിൽ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഈവൻ നമ്മുടെ എൻ്റെ സൈഡിൽ ആ പൂ മാറിയപ്പോൾ തന്നെ ചെറിയ നമ്മുടെ ഈ താമരമുട്ട് മാറ്റി വെച്ചപ്പോൾ തന്നെ വേറെ ലുക്കായി. പൂ വെക്കുമ്പോൾ വേറെ ലുക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളോടും കൂടി പറയുകയാണ്, ഡിഫറെൻറ്റ് ലുക്ക് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അതിപ്പോൾ ഇതിൽ മാത്രമല്ല കേട്ടോ, റെസിപ്പീസിലും. എൻ്റെ കുക്കിംഗ് ചാനലായതുകൊണ്ട് എന്തായാലും എൻ്റെ റെസിപ്പീസിനെ വിട്ട് കളിക്കാൻ എനിക്ക് എന്തോ ഭയങ്കര മടിയാണ്. അപ്പോൾ നിങ്ങൾ റെസിപ്പീസ് ട്രൈ ചെയ്യുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രൈ ചെയ്യുക. സ്റ്റൈലിങ്, സാരി സ്റ്റൈലിംഗ് ആണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽ ചെയ്യുക. എനിക്ക് കുങ്കുമങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിത് ഫോർട്ട് കൊച്ചി ബീച്ച് സൈഡിൽ നടക്കാൻ പോയപ്പോൾ ഒരു റോഡ് സൈഡ് വെൻഡറിന് മേടിച്ചാണ്. ആൻഡ് ഈ കളേഴ്സ് ഭയങ്കര നല്ലതാണ്, ഭയങ്കര ബ്രൈറ്റ് കുങ്കുമം. ആൻഡ് ചെപ്പും അയാളുടെ തന്നെയാണ് കേട്ടോ, അയാൾ തന്നെയാണ് തന്നെ. ഷായതയാണ് എൻ്റെ കണ്ണാടി. ആൾ കറക്റ്റായിട്ട് പറഞ്ഞു, ഞാൻ അതുപോലെ തന്നെ ചെയ്തു.